നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്. ഓക്കെ, കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കൂട്ടുകാരെ, ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. ഒരു ഈസി ഈവനിങ് സ്നാക്സ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക. ഹായ് കൂട്ടുകാരെ, സെലിം പ്ലസിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി സ്നാക്സ് നോക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. 1 ഗ്ലാസ് മാവാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. ശകലം ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. എന്നാലും അറിഞ്ഞൂടാത്തവരെ ഞാനുമല്ല. ഇപ്പം ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ അറിഞ്ഞൂടായിരിക്കും. അപ്പോഴിന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇത്രയും ലൂസിനാണ് എടുത്തിരിക്കുന്നത് മാവ്. ഞാൻ ഇവിടെ മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടവും നല്ല വെന്തതിന് ശേഷം വേണം മറിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ നല്ലപോലെ കുമ്പളകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ താത്തൊക്കെ വെച്ച് കൊടുക്കണം ഇച്ചിരി. ഈ സമയം എടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഞാനിപ്പോ തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്.
ഷുഗർ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മടക്കി കൊടുക്കാം. നല്ല ഒരു സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അവർ സ്കൂളിൽ വരുന്ന മുമ്പ് എന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഉണ്ടല്ലേ? ഇനി അടുത്തത് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടിൽ കോരി ഒഴിച്ചു എടുക്കരുതെങ്കിൽ പരത്താൻ പാടായിരിക്കും, ചെറിയ ഒട്ടിപ്പിടിക്കും. എന്നല്ല ഇതിൻ്റെ ഈ പച്ചയായിട്ടുള്ള മാവിൻ്റെ അംശമെല്ലാം മാറിയതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞോ. അതുപോലെ തന്നെ മാവ് ഇതുപോലെ നല്ല ലൂസായിരിക്കണം. ഇനി മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നല്ല വെന്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാവും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഓയിൽ ഇതുപോലെ നല്ലപോലെ 2-3 പ്രാവശ്യം അങ്ങോട്ട് ഞാൻ മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊള്ളിയതിന് ശേഷം മാത്രം ഓയിൽ തേച്ച് കൊടുത്താൽ മതി. നേരത്തെ തേച്ച് കൊടുക്കണ്ട. അവിടെ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എന്തല്ലേ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.